إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, കഴിഞ്ഞ ഖുതുബയിൽ സഫർ മാസവും അതുമായി ബന്ധപ്പെട്ട ചില അന്ധവിശ്വാസങ്ങളും ബിദ്അത്തുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം മനസ്സിലാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളും ലക്ഷണം നോക്കുക എന്ന വാദത്തിനെ ഖുർആനും ഹദീസും ഖണ്ഡിക്കുകയും ഉണർത്തുകയും ചെയ്ത കാര്യങ്ങൾ കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ശകുനം നോക്കുക എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിലുണ്ടായ അല്ലെങ്കിൽ ജാഹിലിയത്തിൽ മാത്രമുണ്ടായ ഒരു കാര്യമല്ല, അതിന്റെ മുമ്പേ ഉണ്ടായിരുന്നു എന്നതിന് 3 കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി. ആ ആളുകളുടെ വാദത്തിന് ഖുർആൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മൂസാ നബിയുടെ കൂടെയുള്ള വിശ്വസിച്ച ആളുകളെയും സൂചിപ്പിച്ചുകൊണ്ട് വല്ല ആപത്തുമുണ്ടായാൽ ഫിർഔന്റെ ആളുകളും പറഞ്ഞിരുന്നത് ഇത് മൂസയെ കൊണ്ടും മൂസയുടെ കൂടെയുള്ള ആളുകളെ കൊണ്ടും ഉണ്ടായ ദുശകുനമാണ്, ആപത്താണ്. അപ്പൊ ഈ ആപത്തുണ്ടാകാനുള്ള കാരണം മൂസാ നബിയും അനുയായികളുമാണ് എന്നാണ് അവരുടെ വാദം. ഇതിന് മറുപടിയായി അതേ ആയത്തിൽ തന്നെ സൂറത്തു നംലിലെ 47-ാമത്തെ ആയത്തിൽ അലാ ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ്, ഫിർഔന്റെയും ആളുകളുടെയും വാദത്തിനുള്ള മറുപടി അറിയുക, തീർച്ചയായും അവരുടെ ശകുനം, ഇവിടെ ഉപയോഗിച്ച വാക്ക് ത്വാഇർ എന്നാണ്. എന്നാൽ പക്ഷിയെ പറപ്പിച്ചുകൊണ്ടാണ് പണ്ടുകാലത്ത് ശകുനം നോക്കിയിരുന്നത് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. ഇവിടെ പക്ഷി എന്നാണ് ഉപയോഗിച്ചതെങ്കിലും ശകുനം എന്ന അർത്ഥത്തിലാണ്. അവരുടെ ശകുനം അള്ളാഹുവിന്റെ പക്കൽ മാത്രമാകുന്നു എന്ന് പറഞ്ഞാൽ മൂസാ നബിയെ കൊണ്ടും അനുയായികളെ കൊണ്ടുമാണ് ഈ ദുശകുനം ഉണ്ടാകുന്നത്, ലക്ഷണക്കേടുണ്ടാകുന്നത്, ആപത്തുണ്ടാകുന്നത് എന്ന് പറഞ്ഞ ആളുകൾക്കുള്ള മറുപടി മൂസയെ കൊണ്ടോ മൂസയുടെ അനുയായികളെ കൊണ്ടോ അല്ല, മറിച്ച് ഇപ്പറഞ്ഞ ഈ വാദം ഉന്നയിക്കുന്ന ആളുകളുടെ ശകുനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പക്കലാണ് എന്ന് പറഞ്ഞാൽ മൂസാ നബിയെ കൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല, അദ്ദേഹം ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല, മറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായി തോന്നുന്ന കാര്യം ഉണ്ടാകുന്നുവെങ്കിൽ അത് അള്ളാഹുവിന്റെ പക്കലാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖളാ ഖദർ അനുസരിച്ച്, അവന്റെ തഖ്ദീർ നിർണയം അനുസരിച്ച് ഉണ്ടാകുന്നതാണ്. ഈ ആയത്തിലൂടെ, ഈ മറുപടിയിലൂടെ മൂസാ നബിയെയും അനുയായികളെയും ദുശകുനമായി കണ്ട ആളുകൾക്ക് അള്ളാഹു മറുപടി കൊടുക്കുകയാണ്. എന്നിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, അധിക പേരും മനസ്സിലാക്കാത്തവരാകുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പക്ഷികളിലോ ജീവികളിലോ വസ്തുക്കളിലോ സമയങ്ങളിലോ ആളുകളിലോ ഒക്കെ ലക്ഷണക്കേട് കാണുക എന്ന തെറ്റായ ധാരണയാണ് ആളുകൾക്കുള്ളത്. എന്നാൽ വസ്തുത എന്താണ്? ഈ ഭൂമിയിൽ എന്ത് നടക്കുന്നുവോ എന്ത് നടക്കാതെ പോകുന്നുവോ, ആർക്ക് എന്ത് കിട്ടുന്നുവോ എന്ത് കിട്ടാതെ പോകുന്നുവോ, ഇതൊന്നും ഈ പ്രപഞ്ചത്തിലുള്ള ആരുടെയും കഴിവുകേട് കൊണ്ടോ അല്ല, മറിച്ച് അള്ളാഹുവാണ് ഇതൊക്കെ നിയന്ത്രിക്കുകയും കണക്കാക്കുകയും ചെയ്യുന്നവൻ എന്ന വസ്തുത ഇപ്പറയുന്ന ആളുകൾ ആരും മനസ്സിലാക്കുന്നില്ല എന്നുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മറുപടിയിൽ ഉണർത്തുന്നുണ്ട്. മറ്റൊരായത്ത് സൂറത്തു യാസീനിലെ 19-ാമത്തെ ആയത്താണ്. യാസീനിൽ ഒരു പ്രദേശത്തെ, ഒരു ഖറിയ, ഗ്രാമത്തിലെ ആളുകളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പല വട്ടങ്ങളിലായി പ്രവാചകന്മാരെ അയച്ചു. 1, 2, 3 ഒക്കെയായി പലരെയും അയച്ചു. ആ നാട്ടുകാരും പ്രതികരിച്ചത് ഞങ്ങൾക്കുണ്ടാകുന്ന വിപത്തുകൾ നിങ്ങളെ കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പൊ ഈ അയക്കപ്പെട്ട പ്രവാചകന്മാരെ ദുശകുനമായി കണ്ടു. അതിന് അള്ളാഹുവിന്റെ മറുപടി എന്താ? ഖാലൂ ത്വാഇറുക്കും മഅക്കും. ഈ അയക്കപ്പെട്ട പ്രവാചകന്മാർ, അവരെ ദുശകുനമായി കണ്ട പ്രവാചകന്മാർ ആ നാട്ടുകാരോട് പറയാണ്, നിങ്ങളുടെ ത്വായിർ, നിങ്ങളുടെ ശകുനം നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാരണമായി അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ആപത്തും വരുത്തുന്നില്ല, ഞങ്ങൾക്ക് അതിന് കഴിയില്ല, ഞങ്ങൾ നിങ്ങളെപ്പോലെ സൃഷ്ടികൾ മാത്രമാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തകരാറുണ്ടാകുന്നുവെങ്കിൽ അത് മയക്കും നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ കഴിഞ്ഞ ആയത്തിൽ എന്താ പറഞ്ഞത്? അള്ളാഹിന്റെ അടുക്കലാന്നാണ്. എന്നാൽ അള്ളാഹു വരുത്തുന്നു. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ആപത്തുണ്ടാകുന്നതോ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഫലമായി അതിന്റെ ദുരന്ത ഫലങ്ങൾ മനുഷ്യൻ തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് വല്ലതും ഉണ്ടാകുന്നുവെങ്കിൽ അതിന് കാരണക്കാർ നിങ്ങളാകുന്നു, ഈ അയക്കപ്പെട്ട പ്രവാചകന്മാരെ കുറിച്ച് പറയേണ്ടതില്ല എന്ന് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ ഈ നാട്ടുകാരോട് മറുപടി പറഞ്ഞതായും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും ആരെയാണോ ഈ നാട്ടുകാർ ദുശകുനമായി കണ്ടത് അത് ശരിയല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയത് സൂറത്ത് യാസീനിലെ 19-ാമത്തെ ആയത്തിലുണ്ട്. യാസീൻ എന്ന് പറയുന്ന സൂറത്തിന്
സൂറത്തിന് മറ്റു സൂറത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി യാതൊരു പോരിശയും ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെയൊക്കെ ധരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് പലപ്പോഴായി പല കാര്യത്തിനും പല പേരിലും യാസീൻ ഓതുന്ന ആളുകളുണ്ട്. പക്ഷെ ഇതിന്റെ അർത്ഥം ആളുകൾ ആലോചിക്കാറില്ല എന്നതാണ്. എന്നിട്ട് ആ പ്രവാചകന്മാർ അവരോട് ചോദിച്ചു, നിങ്ങൾ ഞങ്ങളെ ദുശകുനമായി കാണുന്നത് ദുഃഖിർത്തും നിങ്ങളോട് ഉത്ബോധിപ്പിക്കപ്പെട്ടതിനാലാണോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെയും ആരാധിക്കാൻ പാടില്ല എന്ന് ഉണർത്തപ്പെട്ടത് കൊണ്ടാണോ നിങ്ങൾ ഞങ്ങളെ ദുശകുനമായി കാണുന്നത്? എന്നാൽ അങ്ങനെയല്ല. ബൽ അന്തും ഖൗമും മുസ്രിഫൂൻ, നിങ്ങൾക്ക് വല്ല ആപത്തും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ തായിർ ലക്ഷണക്കേട് നിങ്ങൾക്കൊപ്പം തന്നെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളാരാ? നിങ്ങൾ അതിര് കവിഞ്ഞ ജനതയാകുന്നു. അതായത് അള്ളാഹുവിൽ വിശ്വസിക്കുകയോ അള്ളാഹുവിൽ തവക്കുലാക്കുകയോ ലോകത്ത് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണെന്ന് വിശ്വസിക്കുകയോ ചെയ്യാതെ അള്ളാഹു അല്ലാത്തവരെ അവലംബിക്കുകയും അവരിൽ തവക്കുലാക്കുകയും അവരെ നല്ലതിന്റെ കാരണക്കാരായോ ചീത്ത സംഗതികളുടെ കാരണക്കാരായോ കാണുകയും ചെയ്യുക എന്ന പരിധി വിട്ട ഇസ്രാഫിന്റെ വിശ്വാസവും പ്രവർത്തനവുമാകുന്നു നിങ്ങളിലുള്ളത്. അതുകൊണ്ടുണ്ടായ തകരാറാണ്, അല്ലാതെ ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപദ്രവവും വരുത്താൻ സാധിക്കുകയില്ല, അങ്ങനെ ഉണ്ടായിട്ടുമില്ല, ഉണ്ടാവുകയുമില്ല എന്ന മറുപടി കൂടി ഈ രണ്ടു കൂട്ടർക്കും അള്ളാഹു സുബ്ഹാനഹു നൽകിയതായി കാണാൻ സാധിക്കും. അപ്പോ ആർക്കും ഈ ദുനിയാവിൽ സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ഉപകാരം ചെയ്യാൻ കഴിയില്ല, ഉപദ്രവം ചെയ്യാൻ കഴിയില്ല. എന്നാൽ അള്ളാഹു കാരണമാക്കിയേക്കാം ചിലതിനെ. എന്നാൽ ഈ കാലങ്ങളെയോ സമയങ്ങളെയോ വസ്തുക്കളെയോ വ്യക്തിയെയോ ഈ പറയുന്നത് പോലെ ദുശകുനമായി അല്ലെങ്കിൽ ദുശകുനത്തിന്റെ കാരണമായി അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല എന്നതുകൂടി ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ലാ അദ്വ വലാ തിയറത വലാ ഹാമത വലാ സഫറ. മുസ്ലിമിന്റെ റിവായത്തിൽ വലാ നൗഅ വലാ ഗൂല എന്ന് പറഞ്ഞാൽ ജാഹിലിയത്തിലെ ആളുകൾക്കുണ്ടായിരുന്ന തെറ്റായ ധാരണകളെ തിരുത്തുകയാണ്. രോഗം പകരും എന്നത് ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്. രോഗപ്പകർച്ചയുള്ളപ്പോൾ എന്ത് പ്രതിരോധ മാർഗങ്ങൾ അല്ലെങ്കിൽ രക്ഷാമാർഗങ്ങൾ സ്വീകരിക്കണം എന്നും നബിന്റെ ഹദീസിൽ കാണാം. എന്നാൽ ഇവിടെ പറയണ എന്താ? ലാ അദ്വ, രോഗപ്പകർച്ചയില്ല എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ഉണ്ടാക്കുന്നതല്ലാത്ത അള്ളാഹു നിശ്ചയിക്കുന്നതല്ലാത്ത മറ്റേതെങ്കിലും സൃഷ്ടികളെ കൊണ്ടോ വസ്തുക്കളെ കൊണ്ടോ ഇവിടെ രോഗപ്പകർച്ച ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. കൊതുകടിച്ച് അല്ലെങ്കിൽ ഈച്ച അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എലി ഇങ്ങനെ പലതിലൂടെയും വരാം. അത് അള്ളാഹു നിശ്ചയിച്ച മാർഗങ്ങളാണ്, കാരണങ്ങളാണ്. ഇതല്ലാതെ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അങ്ങനെ രോഗപ്പകർച്ചയില്ല. വലാ തുയറത്ത, ലക്ഷണം നോക്കുക എന്നതുമില്ല. എന്ന് പറഞ്ഞാൽ പക്ഷിയുണ്ട്, പക്ഷി പറക്കും, അതൊക്കെ ശരിയാണ്. പക്ഷെ പക്ഷി പറക്കുന്നത് അനുസരിച്ച് ഇവിടെ ഹൈറുണ്ടാവുകയോ ഷെറുണ്ടാവുകയോ ചെയ്യുന്നില്ല. വലാ ഹാമ, ഹാമ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമ്മുടെ നാട്ടിൽ പറയുന്ന കൂമൻ മൂളിയാൽ അങ്ങനെ സംഭവിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, ആ കൂമൻ തന്നെയാണ്. അല്ലെങ്കിൽ കൂമനെ പോലുള്ള മറ്റൊരു പക്ഷിയാണ്. രണ്ടായിരുന്നാലും ഈ നമ്മുടെ നാട്ടിൽ കൂമനെ കുറിച്ച് വിശ്വസിക്കുന്നത് പോലെ കൂമനോ അല്ലെങ്കിൽ അതിനോട് സാദൃശ്യപ്പെട്ട മറ്റൊരു ജീവിയെ കുറിച്ച് അറബികൾ വിശ്വസിച്ചിരുന്നത് അത് ലക്ഷണക്കേടാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, വലാ ഹാമ എന്നാൽ കൂമനില്ല എന്നല്ല, ഈ പക്ഷിയില്ല എന്നുമല്ല. കൂമനുണ്ട്, രോഗം പകരുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ വിശ്വാസം ശരിയല്ല. ഈ കൂമൻ ഭൂമിയിൽ ഒരു ആപത്തും ആർക്കും ഉണ്ടാക്കുന്നില്ല. അങ്ങനെ ഒരു കാരണമായി അള്ളാഹു അതിനെ നിശ്ചയിച്ചിട്ടില്ല. വലാ സഫറ, സഫറുമില്ല എന്നാൽ സഫർ മാസമല്ല എന്നാണോ? അല്ല, സഫർ മാസം എന്നത് 12 മാസങ്ങളിൽ ഒരു മാസമാണ്. പക്ഷേ ഇവിടെ നബി എന്താ പറയുന്നത്? വലാ സഫറ, സഫറുമില്ല എന്ന് പറഞ്ഞാൽ സഫർ മാസത്തെ സംബന്ധിച്ച് അത് ദുശകുനമാണ്. അതിൽ എത്രയും ദിവസങ്ങൾ നഹ്സിന്റെ ദിവസമാണ്. പ്രത്യേകിച്ച് ജാഹിലിയത്തിലെ മുശ്രിക്കുകൾ സഫർ മാസത്തിൽ നിക്കാഹ്, കല്യാണം ആലോചിക്കുക, കല്യാണം നടത്തുക, അതുപോലെ തന്നെ പുതുക്കം നടത്തുക എന്നീ കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. കാരണം എന്താ? ഈ മാസം ദുശകുനത്തിന്റെ മാസമാണ്. അങ്ങനെ ഒരു ഏർപ്പാടില്ല. അപ്പൊ ഈ പറഞ്ഞ 4 കാര്യങ്ങളും ദുനിയാവിലുള്ളവയാണ്, ഈ വസ്തുക്കളൊക്കെ. പിന്നെ എന്താ അവിടെ നിഷേധിച്ചത്? അത് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ആ വസ്തുക്കളുണ്ട്, പക്ഷെ ആ വസ്തുക്കൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന തെറ്റായ വിശ്വാസം പോലെയുള്ള തഅ്സീർ, ഭൂമിയിൽ സ്വാധീനം ചെലുത്താൻ, എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാനോ ഇല്ലാതാക്കാനോ, ഒരു ഖൈർ വരുത്താനോ ഷർ വരുത്താനോ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ഒരു തഅ്സീർ അവക്കില്ല. ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ വലാ നൗഅ, ഞാറ്റുവേലകളുമില്ല എന്ന് പറഞ്ഞാൽ ഞാറ്റുവേലയുണ്ട്. ചന്ദ്രന്റെ കറക്കത്തിനനുസരിച്ച് അതിന്റെ ദിശയനുസരിച്ച് 12, 28 മണ്ഡലങ്ങൾ ആളുകൾ വിശ്വസിച്ചു വരുന്നു. അതതിന്റെ സഞ്ചാരപഥമാണ്. പക്ഷെ ഈ സഞ്ചാരപഥമില്ലെന്നോ ചന്ദ്രൻ സഞ്ചരിക്കുന്നില്ലെന്നോ അല്ലെങ്കിൽ ചന്ദ്രൻ അങ്ങനെ ഒരു സഞ്ചാര രേഖയില്ലെന്നോ എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. ഞാറ്റുവേല എന്ന് പറയുന്നത് ചന്ദ്രന് സഞ്ചാരപഥമുണ്ട്, അതിന് ഓരോ ദിവസവും മാറി വരുന്ന സഞ്ചാര മണ്ഡലങ്ങളുണ്ട്. പക്ഷേ അവ എന്ത് ചെയ്യുന്നില്ല? ഭൂമിയിൽ മഴ വർഷിപ്പിക്കുകയോ വരൾച്ച ഉണ്ടാക്കുകയോ ആപത്ത് വരുത്തുകയോ ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇന്ന കാര്യം സംഭവിക്കുമെന്ന് തീരുമാനിക്കുകയോ അത് നടപ്പിലാക്കുകയോ ചെയ്യുന്നത് ഈ ചന്ദ്രനോ ചന്ദ്രന്റെ
രാശികളോ മണ്ഡലങ്ങളോ അല്ല. അപ്പൊ ചന്ദ്രനുണ്ട്, അതിന് സഞ്ചാരപഥമുണ്ട്, പക്ഷേ അത് നിങ്ങൾ വിശ്വസിക്കുന്ന ഖൈറും ഷെറും വരുത്തുന്ന ഒരു സംഗതിയല്ല എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുമില്ല എന്ന് പറഞ്ഞു. ഞാറ്റുവേലയിൽ മഴ പെയ്യാം, തിരുവാതിര ഞാറ്റുവേലയിൽ മഴ പെയ്യാം, പക്ഷെ തിരുവാതിര ഞാറ്റുവേലയല്ല മഴ പെയ്യിപ്പിക്കുന്നത്. ഇതുപോലെ ജൂൺ മാസത്തിൽ മഴ പെയ്യാം, ജൂൺ മാസമല്ല മഴ പെയ്യിപ്പിക്കുന്നത്. വല ഊല, ഊലെന്നാൽ പൊട്ടിച്ചെടുത്താൻ എന്നൊക്കെ നമ്മളെ നാട്ടിൽ പറയുന്ന ജാഹിലിയത്തിൽ അറബികൾ വിശ്വസിച്ചിരുന്ന വ്യത്യസ്ത രൂപങ്ങളിൽ രാത്രികാലങ്ങളിലും മരുഭൂമികളിലും ചില പിശാചുക്കൾ പ്രത്യക്ഷപ്പെടുകയും അവ ഒറ്റക്ക് സഞ്ചരിക്കുന്ന മനുഷ്യന്മാരെ വഴിവെപ്പിക്കുകയും ചെയ്യുന്ന പൊട്ടിച്ചെകുത്താന്മാർ ഉണ്ട് എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്ന പൊട്ടിച്ചെകുത്താൻ, അതിനാണ് ഊൽ എന്ന് അറബി പറയുന്നത്. അവ അങ്ങനെയുണ്ട് എന്ന് അറബികൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ അങ്ങനെയൊന്നില്ല എന്ന് പറഞ്ഞാൽ ശൈത്താനില്ലെന്നോ ജിന്നില്ലെന്നോ അല്ല, മറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അങ്ങനെ ഒരു പ്രത്യേകതരം പൊട്ടിച്ചെകുത്താൻ എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലൂടെ ഈ ഹദീസിലൂടെ വിശദീകരിച്ചു. അപ്പൊ 6 കാര്യങ്ങളെ സംബന്ധിച്ച് ജാഹിലിയത്തിലുണ്ടായ ഇത്തരം തെറ്റായ ധാരണകൾ ഇത് ശരിയല്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ അക്കാലഘട്ടത്തിലെ ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് എന്നും മുസ്ലിങ്ങൾ വിശ്വസിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: ഭൂമിയിൽ എന്ത് സംഭവിക്കുന്നുവോ സംഭവിക്കാതിരിക്കുന്നുവോ, ഖൈറാകട്ടെ ഷർറാകട്ടെ, അത് കണക്കാക്കുന്നവനും ഉണ്ടാക്കുന്നവനും അല്ലാഹു ആകുന്നു. അക്കാര്യത്തിൽ ഭൂമിയിൽ ആർക്കും ഒരു സ്വാധീനവും ചെലുത്താൻ സാധിക്കുകയില്ല. ചില സംഗതികളെ അല്ലാഹു കാരണമായി നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പൊ കാറ്റടിക്കുന്നു, എന്തിനാണ് കാറ്റ് അല്ലാഹു അടിപ്പിക്കുന്നത്? കാർമേഘത്തെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അത് ഖുർആനിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കാറ്റുകളെ, മഴയെ സംബന്ധിച്ച് റഹ്മത്തെന്നും ആ റഹ്മത്തിനെ തെളിച്ചു കൊണ്ടുപോകുന്നവയെന്നും ഖുർആൻ പറഞ്ഞത്. ചെടികളിൽ പരാഗണം നടത്തുന്ന ആ ഗുണം കാറ്റ് കൊണ്ട് കിട്ടുന്നു. അതുകൊണ്ട് കാറ്റിനെ സംബന്ധിച്ച് ലവാഖിഹ്, പരാഗണം നടത്തുന്ന കാറ്റുകൾ എന്നാൽ ആൺപൂമ്പടിയും പെൺപൂമ്പടിയും കൂട്ടിച്ചേർക്കാൻ കാറ്റിന്റെ ആ സഞ്ചാരം, അതിന്റെ ശക്തി കാരണമായി തീരുന്നു. അപ്പൊ ഇങ്ങനെ പലതിനും പല കാരണങ്ങളും അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാരണങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കണം. പക്ഷെ ആ കാരണമാണോ ഈ ചെയ്യുന്നത്? അല്ല, അത് അല്ലാഹു നിശ്ചയിച്ച കാരണമാണ്. കാരണം ഉണ്ടാക്കിയവൻ അല്ലാഹുവാണ്. അപ്പൊ കാരണത്തെയല്ല പേടിക്കേണ്ടത്, കാരണത്തിലല്ല പ്രതീക്ഷിക്കേണ്ടത്. കാരണമുണ്ടാക്കിയ അല്ലാഹുവിൽ തവക്കുലാക്കുകയും അവനോട് ചോദിക്കുകയും ഇനി പ്രതിരോധിക്കേണ്ടതാണെങ്കിൽ അത് അവനോട് പ്രതിരോധിക്കാൻ വേണ്ടി പറയുകയും സംരക്ഷണം തരാൻ വേണ്ടി പറയുകയും ചെയ്യുക എന്നതല്ലാതെ ഈ കാരണങ്ങളുടെ പിന്നാലെ പോകരുത്. ഇനി അല്ലാഹു നിശ്ചയിക്കാത്ത ചില കാരണങ്ങൾ മനുഷ്യൻ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് ഭൗതികമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങളാകാം. അതുകൊണ്ടാണ് ശർഅൻ വ ഖദറൻ എന്ന് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്. മതപരമായി ഖുർആനിലൂടെയോ ഹദീസിലൂടെയോ മനസ്സിലാക്കാൻ പറ്റുന്ന കാരണങ്ങൾ, അത് മതപരമായ ശർഈയായ കാരണം. ഇനി അതല്ല, പ്രപഞ്ചത്തിൽ അല്ലാഹു നിശ്ചയിച്ച വ്യവസ്ഥയനുസരിച്ച് നമുക്ക് ബോധ്യപ്പെടുന്ന കാരണങ്ങൾ. ഇപ്പൊ കൊതുക് രോഗം പരത്തുന്നു, എലിമൂത്രത്തിലൂടെ രോഗം പകരുന്നു, അതൊക്കെ പ്രകൃതിയിൽ ഉള്ള അല്ലാഹു നിശ്ചയിച്ച കാരണങ്ങളാണ്. ഇത് രണ്ടുമല്ലാതെ, ഒരു തെളിവുമില്ലാതെ നമുക്ക് ബോധ്യപ്പെടാത്തതുമായ കാര്യങ്ങൾ, മതം നിശ്ചയിച്ചതുമല്ല, മനുഷ്യൻ പഠനത്തിലൂടെയോ അനുഭവത്തിലൂടെ കണ്ടെത്തിയതുമല്ലാത്ത ഊഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള, നേരത്തെ പറഞ്ഞതുപോലെ സഫർ മാസത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കൂമനെ സംബന്ധിച്ചോ പൊട്ടിച്ചെകുത്താനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ, ഇതൊന്നും ഈ രണ്ടിലും പെട്ടതല്ല. മതപരമായ കാരണവുമല്ല, മനുഷ്യൻ അനുഭവജ്ഞാനം കൊണ്ട് കണ്ടെത്തിയ കാരണവുമല്ല. അങ്ങനെ അല്ലാത്ത ഒരു കാരണത്തെ, ഒരു കാര്യം സംഭവിക്കാനോ സംഭവിക്കാതിരിക്കാനോ ഉള്ള കാരണമായി മനുഷ്യൻ വിശ്വസിക്കുന്നുവെങ്കിൽ അത് ചെറിയ ശിർക്കായി തീരും. കാരണം എന്താ? അള്ളാഹുവിന്റെ നിർണയമില്ലാതെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു, അല്ലെങ്കിൽ ഇതതിന് വഴിയാണ്, അത് മാത്രം ചെയ്യുന്നു എന്ന് വിശ്വസിച്ചാൽ വലിയ ശിർക്കായി തീരും. ഇപ്പൊ ഞാറ്റുവേലയാണ് മഴ പെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കൊതുകാണ് രോഗമുണ്ടാക്കുന്നത്, അതിന് കൊതുകിന് കഴിയും, കൊതുക് സ്വന്തമായി രോഗമുണ്ടാക്കുന്നു. ഞാറ്റുവേല മഴ പെയ്യിപ്പിക്കുന്ന വസ്തുവാണ് എന്നൊരുത്തൻ വിശ്വസിച്ചാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന, കാരണം അത് അള്ളാഹുൽ പങ്കുചേർക്കലാണ്. എന്നാൽ ഞാറ്റുവേല എന്ന് പറയുന്നത് മഴ പെയ്യാനുള്ള കാരണമാണ് എന്ന് വിശ്വസിച്ചാലും ശിർക്കാണ്. അത് ചെറിയ ശിർക്കാണ്. കാരണം എന്താ? ഞാറ്റുവേല മഴ പെയ്യിപ്പിക്കാനുള്ള കാരണമായി അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അതുപോലെ തന്നെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സംഗതിയുമല്ല. മറിച്ച് ചില കാലങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്, ആ കാലങ്ങളിൽ മഴ പെയ്യും. അപ്പോഴെന്താ മനസ്സിലാക്കേണ്ടത്? അള്ളാഹു നിശ്ചയിച്ച കാരണമാണ്. ആ കാലത്ത് മഴ ഉണ്ടാകാം, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. അതല്ലാതെ അവ ഭൂമിയിൽ ഒരു സ്വാധീനവും ചെലുത്തുന്നില്ല. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ തൗഹീദിനെതിരാകുന്നത് കഴിഞ്ഞ ഖുത്ബയിൽ
വസ്തുതകളിൽ നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, അള്ളാഹുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും അള്ളാഹു അല്ലാത്തവരിൽ തവക്കുലാക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നു എന്നതാണ്. രണ്ടാമത്തേത്, ഇത്തരം വിശ്വാസങ്ങൾ സഫർ മാസത്തെക്കുറിച്ചായിരുന്നാലും അല്ലെങ്കിൽ ഈ കൂമനെ കുറിച്ചാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളെ കുറിച്ചാണെങ്കിലും പക്ഷി ഇടത്തോട്ടോ വലത്തോട്ടോ പറഞ്ഞാൽ ഹൈറോ സെറോ ഉണ്ടാകും, പൂച്ച ചാടിയാൽ പട്ടി ചാടിയാൽ എന്നൊക്കെ വിശ്വസിക്കുന്നത് എന്താണ്? തെറ്റായ അടിസ്ഥാനമില്ലാത്ത, നേരത്തെ പറഞ്ഞ മതപരമായോ അതല്ലെങ്കിൽ മനുഷ്യന്റെ അനുഭവജ്ഞാനത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റ് ഇന്ദ്രിയജ്ഞാനങ്ങളിലൂടെയോ മനുഷ്യൻ കണ്ടെത്തുകയും ബോധ്യപ്പെടുകയും ചെയ്തതല്ലാത്ത ഒരു തെളിവും ഒരു ന്യായവും ഇല്ലാത്ത വെറും ഊഹത്തെ മാത്രം പിൻപറ്റുക എന്നതാണ്. അങ്ങനെ ഊഹത്തെ പിൻപറ്റുമ്പോഴും മനുഷ്യൻ ശിർക്കിലേക്ക് എത്തിപ്പെടുന്നു. അതുകൊണ്ട് അത് ശിർക്കിന്റെ ഒരു ഇനമായി മാറുന്നു. കാരണം അത് കാരണമല്ലാത്ത ഒന്നിനെ കാരണമാക്കുകയാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുകയും അതിൽ നിന്ന് ഒഴിവാകാനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ ഇൽമ് നമ്മൾ നേടുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിപ്പോ എന്തിനാണ് ഇങ്ങനെ പറയാൻ മാത്രം എന്താന്ന് തോന്നും. ഇത് മുസ്ലിം സമൂഹത്തിൽ വ്യാപകമാണ്. മലയാളികളിൽ മാത്രമല്ല, അറബി പത്രങ്ങളിൽ ഇത്തരം ഇവിടെ നമ്മുടെ നാട്ടിൽ ഇന്ന രാശി, ഇന്ന മണ്ഡലം, ഇന്ന നാള് എന്നൊക്കെ പറയുന്നത് പോലെ അറബി പത്രങ്ങളിൽ പോലും ഇതിന്റെ പരസ്യങ്ങൾ കാണാം. കാരണം അവിടെയുണ്ട് വിശ്വാസം, അറബികൾക്കിടയിലുണ്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങളായവരിലുമുണ്ട് അല്ലാത്തവരിലുമുണ്ട്. നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. ഇനി ഒരു ഹദീസ് പരിശോധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് ഈ ലക്ഷണം നോക്കുന്നതിനെ സംബന്ധിച്ച് പറയപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലക്ഷണം നോക്കുക എന്ന് പറഞ്ഞാൽ വലാ തറുദ്ദു മുസ്ലിമൻ, ലക്ഷണം നോക്കുക എന്ന ഏർപ്പാട് ഒരു മുസ്ലിമിനെ ഒരു കാര്യത്തിൽ നിന്ന് തടുക്കാൻ പാടില്ല. ഒരു പോകുമ്പോ പൂച്ചനെ കണ്ടു, പൂച്ച ചാടി, അല്ലെങ്കിൽ കറുത്ത പട്ടി വന്നു, അല്ലെങ്കിൽ കൂമം മൂളി, ഇങ്ങനെ എന്തെങ്കിലും ഒന്ന്. അപ്പൊ അയാൾ എന്താ മനസ്സിലാക്കണത്? ഇന്ന് പോകാൻ പറ്റിയ ദിവസമല്ല എന്ന് മനസ്സിലാക്കി ഇത് ലക്ഷണക്കേടാണ് എന്ന് കണ്ട് അയാൾ യാത്ര പോകാതെ തിരിച്ചു മടങ്ങിപ്പോരുന്നുവെങ്കിൽ അതൊരു മുസ്ലിമിന്റെ സ്വഭാവമല്ല. അതാണ് ലാ തറുദ്ദു മുസ്ലിമൻ. ശകുനം നോക്കുക എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ ഒരു കാര്യത്തിൽ നിന്നും മടക്കുകയില്ല, റദ്ദ് ചെയ്യുകയില്ല, ക്യാൻസലാക്കുകയില്ല. എന്നാ ഇന്ന് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ എത്രങ്ങാനും ആളുകൾ ഇത്തരത്തിലുള്ള തെറ്റായ ധാരണയുടെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, പോകാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് പോകാതിരിക്കുക, നടത്താൻ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ പിൻവാങ്ങുക, ഇതൊക്കെ ചെയ്യുന്നു. സഫർ മാസത്തിൽ മാത്രമല്ല, അല്ലാത്ത കഴിഞ്ഞ ഖുത്ബയിൽ മനസ്സിലാക്കിയ 96, 106 വരെയുള്ള ദിവസങ്ങൾ എണ്ണിക്കണക്കാക്കിയിട്ട് അന്നൊക്കെ ലക്ഷണം കെട്ട ദിവസമാണ്. അത് കാലത്തെക്കുറിച്ചാണെങ്കിലും സമയത്തെക്കുറിച്ചാണെങ്കിലും ദിവസത്തെ സംബന്ധിച്ചാണെങ്കിലും വസ്തുക്കളെ സംബന്ധിച്ചാണെങ്കിലും ശരി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആർക്കെങ്കിലും അങ്ങനെ ഒരു വെറുപ്പായ കാര്യം കണ്ടാൽ എന്താണ്, ഇന്ന് പോയാൽ നടക്കൂല എന്നല്ല, മറിച്ച് അവൻ പറയട്ടെ, അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത, നന്മകൾ അല്ലാഹുവേ നീയല്ലാതെ മറ്റാരും കൊണ്ടുവരികയില്ല എന്ന് പറഞ്ഞാൽ നന്മ തരുന്നവൻ നീയാണ്. ഇനി നന്മ ഉണ്ടാകാൻ നീ നിശ്ചയിച്ച ചില കാരണങ്ങൾ ഉണ്ടാകാം, ആ കാരണങ്ങളിലൂടെയും എനിക്ക് നന്മ കിട്ടാം. ഇപ്പൊ ഒരാള് നമുക്കൊരു നല്ല കാര്യം ചെയ്തു തരുന്നു, ആ കാര്യം ഉണ്ടാക്കിയതാരാ? അല്ലാഹുവാണ്. ഇനി ഒരാൾ നമുക്കൊരു ഖൈറ് ചെയ്തു തരാൻ കാരണമായി, ആ കാരണം നിശ്ചയിച്ചത് അല്ലെങ്കിൽ അയാളെ ഒരു കാരണക്കാരനാക്കിയത്, അയാളിലൂടെ നമുക്കൊരു ഉപകാരം കിട്ടിയത് അത് അള്ളാഹു നിശ്ചയിച്ചതാണ്, അയാളുടെ കഴിവുകൊണ്ടല്ല. അതുപോലെ തന്നെയാണ് ഷർറ്, ബുദ്ധിമുട്ടായ കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നാം, അത് ഉണ്ടാക്കുന്നതും നിശ്ചയിക്കുന്നതും അള്ളാഹുവാണ്. ഇനി ചിലതിലൂടെ ഷർറുണ്ടാകാം. ഒരു പൂച്ച കടിച്ചു എന്ന് വിചാരിക്കുക, ഇഞ്ചക്ഷൻ വെക്കാൻ പോകണം, പട്ടി കടിച്ചാൽ അതിലേറെ മാന്തിയാ മതി, അപ്പൊ അതൊരു നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നു. അപ്പൊ ഈ പട്ടി മാന്തി, പൂച്ച മാന്തി എന്നത് ഒരു കാരണമാണ്. ആ കാരണം ഉണ്ടാക്കിയതാരാ? അള്ളാഹു നിശ്ചയിച്ചതാണ്. അല്ലാണ്ട് പട്ടി സ്വയം ചെയ്യുന്ന കാര്യമല്ല. പട്ടി അങ്ങനെ കടിക്കണം, മാന്തണം, അല്ലെങ്കിൽ പൂച്ച മുന്നിലേക്ക് ചാടണം, അള്ളാഹു നിശ്ചയിച്ച കാരണമാണ്. അപ്പൊ ആ കാരണം ഈ ജീവിയല്ല അവിടെ നടത്തുന്നത്, മറിച്ച് കാരണം ഉണ്ടാക്കിയതാരോ അള്ളാഹുവിലാണ് അവലംബിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത, അള്ളാഹുവെ സയ്യിആത്തുകളെ, ബുദ്ധിമുട്ടായ ഉപദ്രവകരമായ കാര്യങ്ങളെ തടുക്കുന്നത് നീയല്ലാതെ മറ്റാരുമല്ല. അപ്പൊ തരുന്നത് നീയാണ്, തടുക്കാനുള്ളത് നീയാണ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക, അള്ളാഹുവെ നിന്റെ സഹായം കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയും തന്നെ ആർക്കുമില്ല. അപ്പൊ ഒക്കെ കൊടുക്കുന്നതാരാ? അള്ളാഹുവാണ് എന്ന് പറഞ്ഞ് മനസ്സിലുണ്ടാകുന്ന ഇത്തരം ദുശ്ചിന്തയിൽ നിന്ന് ശരിയായ വിശ്വാസത്തിലേക്ക് പോകണം എന്നാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ശരിയല്ല എന്ന് തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കണ്ടാൽ ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് പിൻവാങ്ങിപ്പോരുക എന്നതല്ല, അതൊരു മുസ്ലിമിന് ഉണ്ടാകാൻ പറ്റിയ കാര്യമല്ല. ഇപ്പൊ ഏറ്റവും ചുരുങ്ങിയത് യാത്ര, ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ, ഹജ്ജിനോ ഉംറക്കോ ഗൾഫിലേക്ക് പോവുക അല്ലെങ്കിൽ കുറച്ച് ദൂരത്തേക്ക് യാത്ര പോകാൻ, ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, വീട്ടിന്റെ പടി ഇറങ്ങിയിട്ടാണ് എന്തോ ഒരു സാധനം മറന്നുപോയത് ഓർമ്മയാകുന്നത്, തിരിച്ചു കയറൂല ആൾ. എന്താ തിരിച്ചു കയറിയാൽ ലക്ഷണക്കേടാണ് എന്നാൽ, തിരിച്ചു കയറിയാൽ യാത്ര മുടങ്ങും അല്ലെങ്കിൽ ഉദ്ദേശ കാര്യം സഫലമാവുകയില്ല എന്ന് ആര് പറഞ്ഞു? അള്ളാഹു പറഞ്ഞോ? റസൂല് പറഞ്ഞോ? അല്ലെങ്കിൽ ശാസ്ത്രീയമായോ മനുഷ്യന്റെ ബുദ്ധി കൊണ്ടോ തെളിയിക്കപ്പെട്ട ഒരു അനുഭവജ്ഞാനമാണോ? അത് അല്ല. ആര് പഠിപ്പിച്ചു? എവിടുന്നോ ഉണ്ടായ അന്ധവിശ്വാസം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജറിനെയും ഇസ്മായിൽ
ഇസ്മായിലിനെയും അലൈഹിമുസ്സലാം മക്കയിൽ കൊണ്ടുവന്ന് പാർപ്പിച്ച് തിരിച്ചു പോകുമ്പോ ഇബ്രാഹിം നബിയുടെ കൂടെ ഹാജർ ചെന്നു. ഒരുപാട് തവണ ഇബ്രാഹിമെ ഒന്ന് വിളിച്ചു. അപ്പോഴൊന്നും ഇബ്രാഹിം നബി തിരിഞ്ഞു നോക്കിയില്ല. തിരിഞ്ഞു നോക്കാൻ എന്താ, ഈ പ്രസവിച്ച ഉമ്മയെയും മുലയുടിക്കുന്ന കുട്ടിയെയും ആരുമില്ലാത്ത, ഒന്നും കിട്ടാത്ത, ഒരു വെള്ളവും ഒരു ഭക്ഷണവും മരത്തമ്മ കയറി പറിക്കാൻ ഒന്നുമില്ലാത്ത അങ്ങനെയുള്ളൊരു നാട്ടിൽ വിട്ടേച്ചു പോകുമ്പോ അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഈ ഉമ്മയുടെയും കുട്ടിയുടെയും വിഷമം എങ്ങനെ കാണും എന്നതുകൊണ്ടാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കാതിരുന്നത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അവസാനത്തെ ചോദ്യം, അല്ല ഇബ്രാഹിം, ഇത് എന്റെ തീരുമാനമാണോ അല്ല അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ചാണോ ഞങ്ങളിവിടെ വിട്ടുപോകുന്നത്? അപ്പോ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. അതിന്റെ മുമ്പൊന്നും മറുപടി പറഞ്ഞില്ല. എന്താ മറുപടി? അതെ, ഇത് എന്റെ ഒരു തീരുമാനമല്ല, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള തീരുമാനം അനുസരിച്ചാണ് നിങ്ങൾ ഇവിടെ വിട്ടേച്ചു പോകുന്നത്. ഇത് ഈ ഇബ്രാഹിം നബി തിരിഞ്ഞു നോക്കിയില്ല എന്ന് അതുകൊണ്ട് അതൊരു കാരണമായി ചില ആളുകൾ പറയാറ്. അത് ലക്ഷണക്കേട് കൊണ്ടല്ല, മറിച്ച് മനുഷ്യനുണ്ടാകുന്ന വിഷമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ വീട്ടിൽ നിന്നിറങ്ങിയാൽ പിന്നെ വീട്ടിൽ കയറി സാധനം എടുക്കാൻ പാടില്ല, പോകുമ്പോ വാഹനത്തിൽ കയറുന്നതിനടുക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല, പൊരേൽക്ക് പിന്നെ തിരിഞ്ഞു നോക്കരുത്, അങ്ങനെ പോണ വയ്ക്ക് നിന്നിടത്തുനിന്നൊക്കെ ആംഗ്യം കാണിച്ചതൊക്കെ സലാമത്തൊക്കെ ആൾക്കാർ ഇറങ്ങി പോവുക. അതൊക്കെ ഈ പറഞ്ഞ തെറ്റായ വിശ്വാസത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന സംഗതികളാണ്. അതൊന്നും ഖുർആനോ ഹദീസോ മനുഷ്യന്റെ അനുഭവ സമ്പത്തോ പഠിപ്പിച്ച കാര്യങ്ങളല്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി മറ്റൊരു ഹദീസിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം, മൻ റദ്ദത്തുഹു ത്വയ്റതു അൻ ഹാജതിഹി ഫഖദ് അശ്റക. നേരത്തെ പറഞ്ഞു, ഒരാളെ ലക്ഷണക്കേട് കണ്ട് അതിന്റെ പേരിൽ ഒരാൾ ഒരു കാര്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോരുന്നുവെങ്കിൽ മുസ്ലിമിനെ അങ്ങനെ ഒരു കാര്യം മടക്കുകയില്ല. ഇവിടെ എന്താ അതിന്റെ നേരെ മറുവശം പറയാണ്, ലക്ഷണം നോക്ക് ആ കാര്യം ഒരാളെ തന്റെ ആവശ്യത്തിൽ നിന്ന് മടക്കുന്നുവെങ്കിൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ശിർക്ക് എന്ന് പറഞ്ഞത് രണ്ട് നിലത്തിലുമാകാം. ഞാനീ കണ്ട പട്ടിയാണ്, അല്ലെങ്കിൽ പൂച്ചയാണ്, അല്ലെങ്കിൽ ഞാനീ കണ്ട ആളാണ്, അല്ലെങ്കിൽ കൂമനാണ്, അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസമാണ്, അല്ലെങ്കിൽ ഒടുക്കത്തെ ബുധനാണ് ഇവിടെ എനിക്ക് ഷർറുണ്ടാക്കുന്നത് എന്ന് വിശ്വസിച്ചാൽ ഇസ്ലാമത്ത് തന്നെ പുറത്തുപോയി. കാരണം എന്താ, വലിയ ശിർക്കാണ്. എന്നാൽ ഈ കണ്ട വസ്തു അല്ലെങ്കിൽ കേട്ട ശബ്ദം അത് എനിക്ക് ഉപദ്രവമുണ്ടാക്കുന്ന കാരണമാണ് എന്ന് വിശ്വസിച്ചാൽ അപ്പൊ ചെറിയ ശിർക്കായി, ഇസ്ലാമത്ത് പുറത്തുമില്ല. പക്ഷെ അള്ളാഹ് പൊറുക്കാത്ത പാവാണ്. രണ്ടായാലും ശിർക്കാണ്. വിശ്വാസമനുസരിച്ച് അത് വലിയ ശിർക്കാവുകയോ ചെറിയ ശിർക്കാവുകയോ ചെയ്യും. നമ്മുടെ നാട്ടിൽ അധിക പേർക്കുമുള്ളത് ഈ പറഞ്ഞ രണ്ടാമത്തെ ഇനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കാരണമായി നമുക്ക് ഉപദ്രവം ഉണ്ടാകുന്നു എന്ന് വിശ്വസിക്കലാണ്. ആ വസ്തു അല്ലെങ്കിൽ ആ ശബ്ദം സ്വന്തം അങ്ങനെ ഒരു സംഗതി ചെയ്യും എന്ന് വിശ്വസിക്കുന്നുണ്ടോ അറിയില്ല. ഉണ്ടെങ്കിൽ അത് വലിയ ശിർക്കാണ്, ഇസ്ലാം തന്നെ പുറത്തുപോയി. ഇനി അല്ലാത്ത വിശ്വാസമാണെങ്കിലോ അത് ഈ പറയുന്ന ചെറിയ ശിർക്കിന്റെ അപ്പോഴും അത് പൊറുക്കുകയില്ല. കാരണം ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അള്ളാഹു തന്നിൽ പങ്കു ചേർക്കപ്പെടുന്നത് പൊറുക്കുകയില്ല എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ വലിയ ശിർക്ക് എന്നോ ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞിട്ട് വേർതിരിച്ചിട്ടില്ല. പണ്ഡിതന്മാർക്ക് രണ്ടഭിപ്രായം അതിലുണ്ട്. അതിലേറ്റവും ശരിയായ അഭിപ്രായം വലിയ ശിർക്ക് പൊറുക്കാത്തതുപോലെ തന്നെ ചെറിയ ശിർക്കും അള്ളാഹു പൊറുക്കുകയില്ല എന്നതാണ്. ഇനി ഇവിടെ വേറൊരു പ്രാർത്ഥന നബി പഠിപ്പിക്കുന്നതായി കാണാം, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക. വല്ലവർക്കും അങ്ങനെ വല്ലതും തോന്നിയാൽ ഇങ്ങനെ പറയണം, അള്ളാഹുവേ നിന്റെ ഖൈറല്ലാതെ വേറെ ഒരു ഖൈറുമില്ല, വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക, നിന്റെ ത്വയ്റ് നീ ഉണ്ടാക്കുന്ന ലക്ഷണമല്ലാതെ മറ്റൊരു ലക്ഷണവുമില്ല, ശകുനവുമില്ല, വലാ ഇലാഹ ഖൈറുക, നീയല്ലാതെ ആരാധിക്കപ്പെടാവുന്ന വേറെ ആരുമില്ല. അപ്പൊ അവിടെ എന്താ, അവസാനത്തിൽ തൗഹീദോട് കൂടി ചേർത്തു. മറിച്ചായ വിശ്വാസം ഉണ്ടെങ്കിൽ അത് തൗഹീദിന് വിരുദ്ധമാണ്. അതുകൊണ്ട് എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയേയില്ല, ഖൈറും നിന്നിൽ നിന്നാണ്. ഇനി എന്തെങ്കിലും എന്നെ ഇഷ്ടപ്പെടാത്ത കാര്യം ഉണ്ടാകുന്നുവെങ്കിൽ അതുണ്ടാക്കുന്നവനും അള്ളാഹുവെ നീയാകുന്നു. അതുകൊണ്ട് ഞാൻ ആരെയും ആ നിലക്ക് പേടിക്കുന്നില്ല, ആ നിലക്ക് ആരെയും പ്രതീക്ഷിക്കുന്നുമില്ല. മറിച്ച് നിന്നിലാകുന്നു എന്റെ പ്രതീക്ഷ, നീയാകുന്നു ഇലാഹ്, നിന്നോടാകുന്നു ഞാൻ ചോദിക്കുന്നത്, നിന്നോടാകുന്നു ഞാൻ രക്ഷ തേടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ വേണ്ടി പഠിപ്പിച്ചതായി ഈ ഹദീസ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഉദ്ധരിച്ച ഹദീസിലൂടെയും പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ രോഗത്തെക്കുറിച്ച് പറയുക മാത്രമല്ല, രോഗത്തിനുള്ള ചികിത്സ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണാം. അതേ ഹദീസിൽ തന്നെ ഇന്നമത്തുയറത്തു, ശകുനം നോക്കുക എന്ന് പറഞ്ഞാൽ മാ അംലാക ഔ റദ്ദക. ശകുനം നോക്കിയാൽ എന്താ, ചിലത് ഖൈറായി തോന്നും, ചിലത് ഷർറായി തോന്നും. അപ്പൊ വലത്തോട്ട് പറഞ്ഞാൽ ഇന്ന് പോകാം എന്നൊരുത്തൻ മനസ്സിലാക്കി പോവുകയാണെങ്കിൽ അതും തെറ്റായ ലക്ഷണം നോക്കലാണ്. ഇനി ഇടത്തോട്ട് പറഞ്ഞു പക്ഷി, അല്ലെ പൂച്ചയെ കണ്ടു, പട്ടിയാടി, എന്നിട്ട് പോകാതിരുന്നാൽ അവൻ ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ആ കണ്ട കാര്യം അവനെ മടക്കിയാൽ ഇത് രണ്ടും തിയറത്താണ്. അതാണ് മാ അംലാക ഔ റദ്ദക. നീ ശകുനമായി കണ്ട ശുഭശകുനമായി കാണുന്നു, ആ കണ്ട കാര്യം നിന്നെ മുന്നോട്ട് നടത്തുന്നു, പോകാൻ പ്രേരിപ്പിക്കുന്നു. അല്ല നീ ദുസ്സകുനമായി കണ്ടു, അപ്പൊ പോകേണ്ടതില്ല എന്ന് പറഞ്ഞ് നിന്നെ മടക്കുന്നു. രണ്ടായാലും ശിർക്കാകുന്നു. അപ്പൊ ഒരു നല്ല മനുഷ്യനെ കണ്ടു, അപ്പൊ ഇന്ന് ഖൈറായ ദിവസം, ഇന്ന് നല്ല കച്ചവടം കിട്ടും. അല്ലെങ്കിൽ ആദ്യം എന്നിൽ നിന്ന് മീൻ വാങ്ങിയത്, മീൻ കച്ചവടക്കാരും രാവിലെ പുള്ളിയെടുക്കുമ്പോൾ കച്ചവടക്കാർ
കൈനീട്ടം എന്നൊരു ഗുണം ആളുകൾക്ക് ധാരണ ഉണ്ട്. ഇന്ന ആള് വന്ന് സാധനം വാങ്ങിയാൽ, അല്ലെങ്കിൽ ഇന്നവൻ മീൻ കച്ചവടം മീൻ ആദ്യം വാങ്ങിയാൽ ഇന്ന് തിരക്കില്ല, നല്ല കച്ചവടം കിട്ടും. അപ്പൊ ഇയാൾ അങ്ങനെ ഒരു കാരണമാണോ? ഈ മനുഷ്യൻ അല്ല. ഇനി ഒരാളെ കണ്ടു, ഇന്ന് നല്ല ദിവസമാണ്, യാത്ര പോകാൻ പറ്റിയ ദിവസമാണ്, ഉദ്ദേശിച്ച കാര്യം ചെയ്യാൻ പറ്റിയ ദിവസമാണ് എന്ന് മനസ്സിലാക്കി ഒരാൾ യാത്രക്ക് ഒരുങ്ങിപ്പോയി വിചാരിക്കുക. അപ്പൊ ഈ തെറ്റായ വിശ്വാസമാണ് അയാളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതും ലക്ഷണക്കേടാണ്. ഇസ്ലാം വിലക്കിയ ലക്ഷണം നോക്കുക എന്ന് പറയുന്ന കാര്യമാണ്. ലക്ഷണം നോക്കി അയാൾ ഹൈറുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഷർറാണെന്ന് മനസ്സിലാക്കിയിട്ട് പോകാതിരിക്കുക. അതുപോലെ തന്നെയാണ് ദുശകുനമായി കാണുന്നത് പോലെ തന്നെയാണ് ശുഭശകുനമായി കാണുന്നതും. രണ്ടും ഇസ്ലാം വിലക്കിയതാണ്, ശിർക്കിന്റെ ഇനത്തിൽപ്പെട്ടതാണ് എന്ന് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പോ ഒരു വശം മാത്രമല്ല, രണ്ട് വശവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ശകുനമുണ്ട് എന്ന് വരുത്താൻ വേണ്ടി ചില ആളുകൾ ഖുർആനിലെ ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ചില വയതിലും എഴുത്തിലും പുസ്തകങ്ങളിലും ഒക്കെ കാണാം. ശകുനം എന്നത് ഇസ്ലാമിലുണ്ട്, ഖുർആനിൽ തന്നെ ശകുനം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽ യാതൊരു വസ്തുതയും ഇല്ല എന്നതാണ് അതിനെ സംബന്ധിച്ച് പ്രാമാണികരായ ഖുർആൻ വ്യാഖ്യാതാക്കളും ഇനി ആ ആയത്ത് തന്നെയും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല ഗോത്രക്കാരെയും മുൻ സമുദായങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുണ്ട്. അവർ കുഫറും ശിർക്കും ചെയ്യുകയും പ്രവാചകന്മാരെ കളിയാക്കുകയും ചെയ്ത് നിഷേധിക്കുകയും ചെയ്തതിന്റെ പേരിൽ അക്കൂട്ടത്തിൽപ്പെട്ട ഒരു ഗോത്രമാണ് ആദ് ഗോത്രക്കാർ, സമൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾ. ആ നാട്ടിലുള്ള ആളുകൾ സാലിഹ് നബി സ്വലാത്തു വസ്സലാമിനെ ആദ് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട സാലിഹ് നബി സ്വലാത്തു വസ്സലാമിൽ അവിശ്വസിക്കുകയും അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു. അങ്ങനെ അവരെ അല്ലാഹു ശിക്ഷിച്ചു. ആ ശിക്ഷയെക്കുറിച്ച് പറയുന്നതിനിടക്ക് ഖുർആനിൽ പല സ്ഥലങ്ങളിലും അത് വന്നിട്ടുണ്ട്. പക്ഷേ ഈ സൂറത്തുൽ ഫുസ്സിലത്തിലെ 16-ാമത്തെ ആയത്തിൽ അതിശക്തമായ സറസറ എന്ന് പറഞ്ഞാൽ ശരശര നല്ല തണുപ്പോടുകൂടി അടിച്ചു വീശുന്ന കാറ്റ് അവർക്ക് മേൽ നാം അയച്ചു എന്നിട്ടുള്ള പറയാണ് ഫി അയ്യാമിൻ നഹിസാത്തി. ഇതിനിവിടെ നഹ്സുള്ള ദിവസങ്ങളിൽ അള്ളാഹു അവർക്ക് മേൽ കാറ്റിനയച്ചു. കണ്ടോ, അപ്പൊ ദിവസത്തിന് നഹ്സുണ്ട് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ലേ? ഇത് ദുനിയാവിൽ അവർക്കുള്ള ശിക്ഷയാകുന്നു, ഇനി പരലോകത്ത് അതിലും വലുത് വരാനുണ്ട്, അവർ ഒരിക്കലും സഹായിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പൊ അവിടെ അയ്യാമിൻ നഹ്സാത്തിൻ, നഹ്സുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞുവല്ലോ. ഇനി സൂറത്തുൽ ഖമറിലെ 18-19 വചനങ്ങളിലും ഇതേ കാര്യം സൂചിപ്പിക്കുന്നത് കാണാം. അവിടെ ഖുർആൻ ഉപയോഗിച്ചത് ഈ കാറ്റിനെ കുറിച്ച് അതേ വാചകം തന്നെ ആവർത്തിച്ചുകൊണ്ട് ഫീ യൗമി നഹ്സിൻ മുസ്തമിരിൻ, സ്ഥിരമായി നിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന നഹ്സിന്റെ ഒരു ദിവസത്തിൽ അവർക്ക് മേൽ കാറ്റിനെ അയച്ചു. അപ്പൊ അവിടെ ഫീ യൗമി നഹ്സിൻ, നഹ്സിന്റെ ദിവസത്തിൽ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരു സ്ഥലത്ത് ബഹുവചനമായി പറഞ്ഞു, വേറെ സ്ഥലത്ത് ഏകവചനമായി പറഞ്ഞു. അപ്പൊ നഹ്സ് ഉണ്ട് എന്നല്ലേ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് നഹ്സ് ഇല്ല എന്ന് നിങ്ങൾ പറയുക? ഞങ്ങൾ വിശ്വസിക്കുന്നത് അന്ധവിശ്വാസമാണെന്ന് എങ്ങനെ പറയും എന്നൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട്. എന്നാൽ ഈ പറയുന്ന ആളുകൾ തന്നെ അംഗീകരിക്കുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന ഖുർആൻ വ്യാഖ്യാതാവാണ് ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ തഫ്സീറിൽ ഫി അയ്യാമിൻ നഹിസാത്തിൻ എന്നതിന് അർത്ഥം കൊടുത്തത് മുതതാബിആത്തിൻ, ഒരു ദിവസം മാത്രമല്ല 7 ദിവസം തുടർച്ചയായി നിലനിൽക്കുന്ന ചില ദിവസങ്ങളിൽ അള്ളാഹു അവരെ ശിക്ഷിച്ചു. എന്നിട്ട് അടുത്ത സൂറത്തുൽ ഹാഖയിലെ ആയത്ത് കൂടി ഉദ്ധരിക്കുന്നു, സബ്അ ലയാലിൻ വ സമാനിയത അയ്യാമിൻ, 8 പകലും 7 രാത്രിയും നീണ്ടുനിന്ന ആ തുടർച്ചയായി നിന്ന ദിവസങ്ങൾ എന്നാണ് ഇവിടെ നഹ്സാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മാത്രമല്ല ഇബ്നു അബ്ബാസ് അതുപോലെ തന്നെ താബീങ്ങളിൽപ്പെട്ട പല പണ്ഡിതന്മാരും അതിനെക്കുറിച്ച് ഈ പറയുന്ന ആളുകൾ വിശ്വസിക്കുന്ന അർത്ഥമല്ലാത്ത മറ്റു വിശദീകരണങ്ങളും നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇമാം മുജാഹിദ് താബീ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് അവർക്ക് മോശമായി തീരുന്ന ദിവസങ്ങളിൽ എന്നാണ്. ലഹാഖ് ഇതും താബീ പണ്ഡിതന്മാർപ്പെട്ട ആളാണ്. അദ്ദേഹം പറയുന്നത് നഹ്സാത്ത് എന്ന് പറഞ്ഞാൽ ശദീദ എന്ന് പറഞ്ഞാൽ ഇബ്നു കസീർ അതിനെ വിശദീകരിക്കാം, ശദീദത്തുൽ ബർദി, കഠിനമായ തണുപ്പുള്ള ദിവസം. എന്നിട്ട് ഇബ്നു കസീർ തന്നെ വേറൊരു വാചകം ഉദ്ധരിക്കുന്നു. ഒരു ജാഹിൽ, ഒരു കവി അസ്മഈ, അദ്ദേഹം തന്റെ കവിതയിൽ നഹ്സ് എന്നത് ലക്ഷണക്കേട് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് തണുപ്പ് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കഅന്ന സുലാഫതൻ ഉരിദത് ലിനഹ്സിൻ, നഹ്സിന് വേണ്ടി, സുലാഫ എന്ന് പറഞ്ഞാൽ നല്ല കള്ളാണ്, ഈ കള്ള് നഹ്സിന് വേണ്ടി വെളിവാക്കപ്പെട്ടു, പ്രദർശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ലക്ഷണക്കേടിന് വേണ്ടി എന്നല്ല, കള്ള് തണുക്കാൻ വേണ്ടി വെച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഭാഷയിൽ തന്നെ തണുപ്പ് എന്നതിന് അർത്ഥമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആളുകൾ ശിക്ഷിക്കപ്പെട്ട ദിവസം എന്തുണ്ടായിട്ടുണ്ട്? അള്ളാഹുൽ വിശ്വസിച്ച ആളുകൾക്കും പ്രവാചകനും രക്ഷയും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ദിവസം നാശത്തിന്റേതാണെങ്കിൽ ആ പ്രവാചകനും പ്രവാചകൻ വിശ്വസിച്ച ആളുകളും നശിക്കണം ഇല്ല. അപ്പൊ ഇവിടെ അയ്യാമൻ നഹ്സാത്തിൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താ? ആരാണോ അവിശ്വാസികൾ, ആരെയാണോ അള്ളാഹു ശിക്ഷിച്ചത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ലക്ഷണക്കേടിന്റെ ദിവസമാണ് എന്ന് പറയാം. ഓല എന്റെ വിശ്വാസക്കാരുമാണല്ലോ. അപ്പോ ആ ദിവസം അവർക്ക്
മോശമാണ് എന്നല്ലാതെ എല്ലാ ആളുകൾക്കും ലക്ഷണം കെട്ട ഒരു ദിവസമാണ് അത് എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം എന്താ? ഇബ്നു കസീർ വിശദീകരിക്കുന്നത് കാണാം, യൗമ നഹ്സിൻ അലൈഹിം, അവരുടെ മേൽ നഹ്സുള്ള ഒരു ദിവസം, അല്ലാതെ എക്കാലത്തേക്കും എല്ലാവർക്കും നഹസായതല്ല. അവിശ്വാസികളായ ആളുകൾക്ക് നഹസായ ഒരു ദിവസം. എല്ലാവർക്കും നഹസില്ല. കാരണം എന്താ? നബി, ആ പ്രവാചകനും വിശ്വാസികളും രക്ഷപ്പെട്ടു, അവർക്ക് ബാധിച്ചിട്ടില്ല. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ മിഫ്താഹു ദാരി സആദ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം. ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് പുറമെ ഇത് കാഫിരീങ്ങളായ ആളുകൾക്ക് നഹസാണ്, എന്നാൽ വിശ്വാസികളായ ഔലിയാക്കളായ ആളുകൾക്ക് ഇത് സഅദ് സൗഭാഗ്യവുമായിരുന്നു. കാരണം അവർ രക്ഷപ്പെട്ടു, മറ്റുള്ള നശിച്ചു. മൂസാ നബി അനുയായികളും അതുപോലെ തന്നെ രക്ഷപ്പെട്ടു, ഫിർഔൻ അനുയായികളും മുങ്ങിച്ചത്തു. അപ്പൊ എന്താ? ഫിർഔൻ അനുയായികൾക്കും അത് നഹസ്, ലക്ഷണക്കേടിന്റെ ലക്ഷണം കെട്ട ദിവസമാണ്, അവർക്ക് ആപത്ത് ബാധിച്ച ദിവസമാണ്. എന്നാൽ അതേ ദിവസത്തിൽ, അതേ സമയത്ത്, അതേ സ്ഥലത്ത്, അതേ വെള്ളത്തിൽ മൂസാ നബിയും അനുയായികളും രക്ഷപ്പെടുകയും ചെയ്തു. അവർക്കത് സൗഭാഗ്യത്തിന്റെ ദിവസമാണ്. അപ്പൊ ദിവസത്തിനല്ല കുഴപ്പം, മറിച്ച് ഇബ്നുൽ ഖയ്യിം വിശദീകരിക്കുന്നത് ഒരു ദിവസം സൗഭാഗ്യത്തിന്റേതാണോ ദൗർഭാഗ്യത്തിന്റെ ആണോ തീരുമാനിക്കുന്നത് ആ ആളുകൾ ചെയ്യുന്ന പ്രവർത്തനത്തിനനുസരിച്ചുണ്ടാകുന്ന ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ ദിവസത്തിന് ഒരു കുഴപ്പമില്ല. ചൊവ്വ, ആ ദിവസത്തിന് ഒരു കുഴപ്പമില്ല. ഇനി ഈ പറയുന്ന ദിവസങ്ങൾ 7 ദിവസങ്ങൾ എന്ന് പറഞ്ഞല്ലോ, ആ 7 ദിവസങ്ങൾ എന്ന് പറയുന്നത് അത് ശകുനത്തിന്റെ അല്ലെങ്കിൽ ലക്ഷണം കെട്ട ദിവസമാണോ? അല്ല. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം വിശദീകരിച്ചത് മുസ്തമിരിൻ, സ്ഥിരമായ എന്ന് പറഞ്ഞത് ആ ദിവസത്തിന്റെ വിശേഷണമല്ല, മറിച്ച് നഹ്സിന്റെ വിശേഷണമാണ്. ഫീ യൗമി നഹ്സിൻ മുസ്തമിരിൻ, നീണ്ടു നിൽക്കുന്ന നഹ്സിന്റെ ദിവസം, അല്ലാതെ നീണ്ടു നിൽക്കുന്ന ദിവസത്തിന്റെ നഹ്സ് എന്നല്ല. അങ്ങനെ പറയുമ്പോ എന്താ? എല്ലാ ആ പറയുന്ന ദിവസങ്ങളൊക്കെയും നഹ്സിന്റെ എക്കാലവും നഹ്സാണ് എന്ന് വരും. അല്ല, ഈ പണി ചെയ്ത ആളുകൾക്ക് അത് സ്ഥിരമായ ഒരു നഹ്സായിരുന്നു. നേരത്തെ പറഞ്ഞ ഇബ്നു കസീറിന്റെ വിശദീകരണത്തിൽ നിന്നും ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ത്? ആ ദിവസത്തെ സംബന്ധിച്ചാണ്. ഇനി ഞാനിതൊക്കെ ഇങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഈ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒടുക്കത്തെ ബുധൻ. എന്താണ് ഈ ഒടുക്കത്തെ ബുധൻ? എന്തുകൊണ്ട് എല്ലാ മാസത്തിലെയും അവസാനത്തെ ബുധനാഴ്ച ലക്ഷണക്കേടിന്റെ ദിവസമാണ് എന്ന് പ്രത്യേകം ഒടുക്കത്തെ ബുധൻ എല്ലാ മുസ്ലിയാക്കന്മാരും പുസ്തകങ്ങളിലും ഒക്കെ എഴുതി വെച്ച കാര്യമാണ്. ഈ ഒടുക്കത്തെ ബുധൻ എന്താ? തെളിവ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇത് പരിശോധിച്ചപ്പോഴാണ് ഇബ്നുൽ ഖയ്യിമിന്റെ വാചകത്തിൽ കാണാം, ഈ മുസ്തമിർ എന്നത് നഹ്സിന്റെ വിശേഷണമാണ്, ദിവസത്തിന്റെ വിശേഷണമല്ല. എന്തായാലും വ്യത്യാസം, ദിവസത്തിന്റേതാണ് സ്ഥിരമായ എന്ന ദിവസം വരുന്നത് എങ്കിൽ എല്ലാ ബുധനാഴ്ചയും നാശത്തിന്റെ ദിവസമാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയാനുള്ള കാരണം ആരെങ്കിലും അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ വിശ്വാസമാണ്, അവന് ഖുർആൻ മനസ്സിലായിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് അദ്ദേഹം പറയാണ് വ അന്നഹു കാന യൗമ അർബിഅ ആഖിറ ശഹർ, മാസത്തിന്റെ അവസാനത്തെ ബുധനാഴ്ചയാണ് ആദ് ഗോത്രക്കാരെ അള്ളാഹു നശിപ്പിച്ചത്. അപ്പൊ എന്താ ഈ ഒടുക്കത്തെ ബുധൻ? അപ്പൊ ആ ദിവസത്തിനാണ് തകരാറ്. അപ്പൊ ആ മാസം അവർക്കുണ്ടായ ആ മാസം മാത്രമല്ല, ഇനി എല്ലാ മാസത്തിന്റെയും ഒടുക്കത്തെ ബുധൻ നഹ്സിന്റേതാണ് എന്ന് വന്ന് ആളുകൾ മനസ്സിലാക്കിയത്, ആ ശിക്ഷ ഇറങ്ങിയത് ബുധനാഴ്ചയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അവസാനത്തെ ബുധനാഴ്ചയായിരുന്നു. ഇനി ഇബ്നു കസീർ പരിശോധിച്ചു നോക്കുക, അദ്ദേഹത്തിന്റെ തഫ്സീറിലും കാണാം. അദ്ദേഹം പറയുന്നത് അവിടെ വെള്ളിയാഴ്ച എന്ന് റബീഉ എന്ന് പറയുന്ന പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ശിക്ഷ തുടങ്ങിയതെന്ന വെള്ളിയാഴ്ച ദിവസം. ഖാല റബീഉ വകാന അവ്വലുഹാ അൽ ജുമുഅ, നേരത്തെ പറഞ്ഞ ആ 7 ദിവസങ്ങളിൽ ശിക്ഷ ഇറങ്ങിയ ഒന്നാമത്തെ ദിവസം വെള്ളിയാഴ്ചയായിരുന്നു എന്ന് പിന്നെ പറയാണ് വഖാല ഗൈറുഹു, വേറെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അൽ അർബിഅ, അല്ല ബുധനാഴ്ചയാണ് തുടങ്ങിയത്. അപ്പൊ രണ്ടഭിപ്രായം പറഞ്ഞല്ലോ. ഇബ്നു കസീർ ആദ്യം പറഞ്ഞ വെള്ളിയാഴ്ച. അങ്ങനാണെങ്കിൽ ഒടുക്കത്തെ വെള്ളിയാഴ്ച നഹ്സിന്റെ ദിവസം എന്നല്ല പറയേണ്ടി. ഇനി ഒരു ദിവസം മാത്രമല്ല, 7 ദിവസം ഈ ആപത്തുണ്ടായിട്ടുണ്ട്. ആപത്തിനാൽ അവർക്ക് ശിക്ഷ ഇറങ്ങിയിട്ടുണ്ട്. 7 ദിവസം, ഒരാഴ്ചയിൽ 7 ദിവസം എന്നാൽ 7 ദിവസം നീണ്ടുന്നു. അപ്പൊ എല്ലാ ദിവസവും നഹ്സിന്റെ എന്ന് പറയണ്ടേ? കാരണം എല്ലാ ദിവസവും വിട്ടു. 7 ദിവസം ഇവർക്ക് തണുത്ത കാറ്റടിച്ചു, തണുപ്പ് പറ്റി. അങ്ങനെ അവർ പനകൾ മൊരട് പൊരിഞ്ഞ് വീഴുന്നത് പോലെ, നമ്മളൊക്കെ തെങ്ങ് മറിഞ്ഞു കയറില്ലേ, അതുപോലെ പന വീഴുന്നത് പോലെ ഈ ആളുകൾ മറിഞ്ഞു വീണു. അത്രക്ക് ശക്തന്മാരായ ആളുകളായിരുന്നു. പന പോലെ തലങ്ങും വലങ്ങും വീണുന്നാണ് ഈ കാറ്റ് കൊണ്ട്, തണുപ്പ് കൊണ്ടു. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ച നീണ്ടുന്നുവെങ്കിൽ എല്ലാ ദിവസവും ലക്ഷണം കെട്ട ദിവസമാണ്. അപ്പൊ ഒടുക്കത്തെ ബുധനൊന്നുമില്ല, ചൊവ്വാഴ്ച ഒന്നുമില്ല, ശനിയാഴ്ച ഒന്നുമില്ല, എല്ലാ ദിവസവും ലക്ഷണക്കേണ്ട ദിവസമാണ് പറയേണ്ടി വരും. അതുവരാരും പറയുന്നില്ല. അപ്പോ ഇതൊക്കെ കാര്യങ്ങൾ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം തെറ്റായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നവരെ തിരുത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ, ചിലപ്പോൾ സാധുക്കളായിരിക്കും, അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ എന്താണ് സംഭവം, ഇതിന്റെ വസ്തുത എന്താണ്, ശരി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വ അദ്ദൽ അമാന.
നേരത്തെ മനസ്സിലാക്കിയ കാര്യങ്ങളെ പോലെ തന്നെ ഉള്ള ഒരു വിഷയമാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. ഇത് ഹിന്ദുക്കൾക്കുണ്ട്, അറബികളിലുണ്ട്, നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഈ വിശ്വാസമുണ്ട്. സമയം ശരിയല്ല, അല്ലെങ്കിൽ നാള് ശരിയല്ല, രാശി ശരിയല്ല, മണ്ഡലം ശരിയല്ല എന്ന് വിശ്വസിക്കുന്നത്. ഗോളശാസ്ത്രം വേറെയാണ്. നക്ഷത്രങ്ങളെക്കുറിച്ച്, ഗ്രഹങ്ങളെക്കുറിച്ച്, ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുക അത് തെറ്റായ കാര്യമല്ല, അത് ശരിയായ കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നക്ഷത്രങ്ങളെ, ഗോളങ്ങളെ, ഉപഗ്രഹങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനല്ല? ഇവിടെ ഹൈറും ഷർറും ഉണ്ടാക്കാനല്ല, മറിച്ച് 3 കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞത് കാണാം. ഒന്ന്, സയ്യന്ന സമാഅ ദുനിയ ബിമസാബിഹ, നക്ഷത്രങ്ങളെ കൊണ്ട് ആകാശത്തെ നമ്മൾ അലങ്കരിച്ചിരിക്കുന്നു. എന്തൊരു ഭംഗിയാണ് ആകാശത്തേക്ക് നോക്കിയാൽ. സൂര്യനെ കണ്ടാലും നക്ഷത്രങ്ങളാണെങ്കിലും ചന്ദ്രനാണെങ്കിലും ഒക്കെ ആകാശത്തിന് അലങ്കാരമായി അള്ളാഹു ഉണ്ടാക്കിയതാണ്. രണ്ടാമത്തേത് റുജൂമല്ലി ശയാത്തീൻ, ശൈത്താന്മാരെ എറിയാൻ വേണ്ടി ആകാശത്ത് ചിലപ്പോൾ തീക്കൊള്ളി പോലെ സാധനം ഇങ്ങനെ പോണ് കാണാറുണ്ട്. അതിനാണ് ശിഹാബ്, ഷുഹൂബ് എന്ന് ഖുർആനിൽ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഉൽക്കകൾ, ഈ നക്ഷത്രങ്ങളെ കട്ടുകേൾക്കാൻ വരുന്ന പിശാചുക്കളായ ജിന്നുകളെ എറിഞ്ഞാട്ടാൻ വേണ്ടി അള്ളാഹു നക്ഷത്രങ്ങളെ അമ്പാക്കി, തീക്കൊള്ളികളാക്കി സ്ഥാപിച്ചിരിക്കുന്നു. ഖുർആൻ പറഞ്ഞതാണ്, അതിനെ എതിർക്കാൻ കഴിയില്ല, അത് അന്ധവിശ്വാസം പറയാൻ കഴിയില്ല. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, നക്ഷത്രങ്ങളെ കൊണ്ട് യഹ്തദൂൻ, അവർ വഴി കണ്ടെത്തുന്നു. കടലിലും കരയിലുമൊക്കെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഒക്കെ മനസ്സിലാക്കാൻ, രാത്രി പകുതിയായോ 1/3 2/3 നേരെ വെളുക്കാറായോ എന്നൊക്കെ മനസ്സിലാക്കാനും ഈ പറഞ്ഞ വഴിയും ദിശയും ദിക്കും മനസ്സിലാക്കാൻ നക്ഷത്രങ്ങളെ കൊണ്ട് സാധിക്കുന്നു. ഇത് അള്ളാഹു പറഞ്ഞ കാര്യമാണ്, ഇതുണ്ട്. എന്നാൽ ഇന്ന നാളിൽ ജനിച്ചാൽ, ഇന്ന ദിവസത്തിൽ ജനിച്ചാൽ ഹൈറുണ്ടാകുമെന്നോ ഷെറുണ്ടാകുമെന്നോ, അല്ലെങ്കിൽ ഇന്ന ദിവസം കച്ചവടത്തിനിറങ്ങിയാൽ അല്ലെങ്കിൽ വീട്ടിൽ കൂടിയാൽ അത് ആപത്തായിരിക്കുമെന്നോ, ഗുണമുണ്ടാവുകയില്ലെന്നോ, കല്യാണം തെറ്റിപ്പോകുമെന്നോ, അങ്ങനെ നാള് നോക്കലും രാശി നോക്കലും ഒന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതൊക്കെ തെളിവില്ലാത്ത, നേരത്തെ പറഞ്ഞ മതപരമായോ പ്രാപഞ്ചികമായ തെളിവിന്റെ അടിസ്ഥാനത്തിലോ സ്ഥാപിക്കപ്പെടാത്ത കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പറഞ്ഞ സംഗതികൾ നടക്കുന്നു എന്നല്ലാതെ നക്ഷത്രം ഇന്ന സ്ഥലത്തെത്തിയാൽ ഭൂമിയിൽ ഇന്നത് സംഭവിക്കും. അപ്പൊ ഈ വലിയ വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ പോലും ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതും അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോകുന്നതും വരെ നാളും സമയവും നോക്കിയാണ്. അപ്പൊ ഈ ആകാശത്തുള്ള നക്ഷത്രങ്ങൾക്ക് ഭൂമിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നു, നന്മ വരുത്താൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഷെറുണ്ടാക്കാൻ സാധിക്കുന്നു എന്ന് വിചാരിച്ചാൽ അത് ശിർക്കായി തീരും. അവ സ്വന്തം അങ്ങനെ ചെയ്യുന്നു എന്ന് വിശ്വസിച്ചാൽ വലിയ ശിർക്കായി, ഇസ്ലാം തന്നെ പുറത്തുപോയി. അതല്ല, അവയോട്, ഇന്ന നക്ഷത്രത്തോട്, സൂര്യനോട്, ചന്ദ്രനോട്, നക്ഷത്രങ്ങളോട് ഞങ്ങൾക്ക് ഹൈർ വരുത്തണം, ഷെറ് വരുത്തരുത് എന്ന് പ്രാർത്ഥിച്ചാൽ, ഞാറ്റുവേലയോട് മഴ തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ അതും വലിയ ശിർക്കാണ്. ഇനി അതല്ല, മൂന്നാമത്തേത്, ഇവ ഒരു കാരണമാണ് എന്ന് വിശ്വസിച്ചാൽ, ഇന്ന ചന്ദ്രൻ ഇന്ന സ്ഥലത്തെത്തുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന നക്ഷത്രം ഇന്ന രാശിയിലെത്തുമ്പോൾ, ഇന്ന മണ്ഡലത്തിലെത്തുമ്പോൾ ഇന്ന കാര്യം സംഭവിക്കും, അത് അതിനുള്ളൊരു കാരണം മാത്രമാണ് എന്ന് വിശ്വസിച്ചാൽ അപ്പോൾ ശിർക്കായി. പക്ഷെ അത് ചെറിയ ശിർക്കയാവുന്നു. അപ്പൊ ഒരേ സംഗതി തന്നെ വിശ്വാസമനുസരിച്ച് 2 വലിയ ശിർക്കും 1 ചെറിയ ശിർക്കുമായി തീരും. രണ്ടായാലും ഒരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ലാത്ത സംഗതിയാണ്. എന്നാൽ മുസ്ലിങ്ങളിൽ പോലും ഇങ്ങനെ സമയവും നാളും ദിശയും ദിക്കും ആളെയും വസ്തുവിനെയും ജീവിയെയും പ്രാണികളെയും ഒക്കെ നോക്കി ഗുണമാണോ ഗുണമല്ലേ എന്ന് നോക്കുന്ന ഏർപ്പാടുണ്ട്. ഇതൊക്കെ തൗഹീദിന് വിരുദ്ധമായ, ഒരിക്കലും ഒരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ലാത്ത, അതിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുള്ള ഗൗരവമേറിയ വിഷയങ്ങളാണ് എന്നത് നാം മനസ്സിലാക്കുക. ഇത് വളരെ ചുരുക്കി മാത്രം പറഞ്ഞതാണ്. ഇനിയും ഒരുപാട് തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് മൊത്തത്തിലുള്ള കാര്യങ്ങളുടെ വസ്തുതയും വസ്തുതാവിരുദ്ധമായ കാര്യവും മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. നമ്മളൊക്കെ തൗഹീദ് തികഞ്ഞ ആളുകളാണ്, ഇനിയൊരു കുഴപ്പമില്ല, നമുക്കൊന്നും അങ്ങനത്തെ ഒരു തെറ്റായ ധാരണയില്ല എന്ന് ആരും ധരിച്ചിരിക്കരുത്. നമ്മൾ അറിയാത്ത തൗഹീദിന് വിരുദ്ധമായ വിശ്വാസങ്ങളും സമീപനങ്ങളും നമ്മളിൽ ഉണ്ടാകാം, ഏത് വീടിന് കുറ്റിയടിക്കുന്നത് അടക്കം. അപ്പോ അവിടെ ഉണ്ടല്ലോ മൂലനോക്കലും കാര്യങ്ങളൊക്കെ. ഹജ്ജിനും ഉംറയ്ക്കും പോവുകയാണെങ്കിൽ അപ്പോൾ മൂലയാർ പറയണം ഇന്ന സമയത്ത് ഇറങ്ങിക്കോ, മുഹൂർത്തം. അപ്പൊ മുഹൂർത്തം നോക്കൽ ഹിന്ദുക്കൾക്ക് മാത്രമല്ല, ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, മാപ്പിളമാർക്കും മുസ്ലിങ്ങൾക്കുണ്ട് മുഹൂർത്തം നോക്കണം. എന്തിന് ഹജ്ജിന് പോകാൻ? ആരായി മുഹൂർത്തം നിശ്ചയിച്ചത്? സമയം ഗുണമോ ദോഷമോ വരുത്തുമോ? അങ്ങനെ വിശ്വസിച്ചാൽ അതാണ് ദോഷം വരുത്തുന്നത്, ഗുണം വരുത്തുന്നത് വലിയ ശിർക്കായി, കാഫറായി, മുശ്രിക്കായി. അല്ല, ഇതൊരു കാരണമാണ് എന്ന് വെച്ചാൽ അപ്പോൾ ചെറിയ ശിർക്കായി. അപ്പോ ഈ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ വ്യാപകമാണ്. അറിഞ്ഞോ അറിയാതെ നമ്മൾ കടന്നുകൂടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ